ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ പാർട്ടിൽ നമുക്ക് സബ്നെറ്റിങ്ങിനുള്ള ഫോർമുലാസ് എന്താണെന്ന് നോക്കാം. കുറച്ച് ഫോർമുലാസ് ഉണ്ട് സബ്നെറ്റിങ്ങിന് വേണ്ടിയിട്ട്. അതായത് സബ്നെറ്റിങ്ങിൽ നെറ്റ്വർക്ക് കണ്ടുപിടിക്കാനും ഹോസ്റ്റ് എത്ര കണക്ട് ചെയ്യാൻ പറ്റുമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിന് വേണ്ടി ഒത്തിരി ഫോർമുലാസ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. നമ്മൾ ഫോർമുലാസ് ഒന്നും യൂസ് ചെയ്യാതെ ചെയ്തപ്പോൾ നമ്മളെല്ലാം എഴുതി പെറുക്കി വന്നപ്പോൾ തന്നെ നമുക്ക് സമയം പോകും. മാത്രമല്ല ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്, ഇതെല്ലാം ഇരുന്ന് കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പോൾ നമുക്ക് സബ്നെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഫോർമുലാസ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതാണ് അതിനകത്തുള്ള ഫോർമുലയുടെ ആദ്യം. അതായത് ഒന്നാമത്തെ ഫോർമുല നമ്പർ ഓഫ് നെറ്റ്വർക്ക്, അതായത് എത്രത്തോളം നെറ്റ്വർക്കുകൾ നമുക്ക് കിട്ടും, അതായത് സബ്നെറ്റ് ചെയ്താൽ നമുക്ക് എത്രത്തോളം നെറ്റ്വർക്കുകൾ കിട്ടും എന്ന് അറിയാനുള്ള ഇക്വേഷനാണ് 2m-2. ഇവിടെ m എന്ന് പറയുന്നത് ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ടേക്കൻ ഫോർ സബ്നെറ്റിങ്. അതായത് സബ്നെറ്റിങ്ങിന് എടുത്ത ബിറ്റ്സുകളുടെ എണ്ണമാണ് ഇവിടെ m എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് പറയുന്നത് നമ്പർ ഓഫ് ഹോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഹോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടുണ്ടെങ്കിൽ 2n-2 ആണ്. ഇവിടെ n എന്ന് പറയുന്നത് ഈസ് ദ റിമൈനിങ് ബിറ്റ്സ് ഇൻ ദ ഹോസ്റ്റ് പോർഷൻ. അതായത് ഹോസ്റ്റ് പോർഷനിൽ റിമൈൻ ചെയ്യുന്ന ബിറ്റ്സുകളാണ് ഇവിടെ n എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി, നമ്പർ ഓഫ് ഹോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എത്രത്തോളം മെഷീൻസ് അല്ല എത്രത്തോളം മെഷീൻസ് നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി 2n-2 ഉപയോഗിക്കാം. അതുപോലെ തന്നെ നെറ്റ്വർക്കുകൾ എത്രത്തോളം ആ വലിയൊരു നെറ്റ്വർക്കിന്, അതായത് ആ സി ക്ലാസ്സിൽ അല്ലെങ്കിൽ സി ക്ലാസ്സിൽ പെട്ട അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ പെട്ട ആളുടെ നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വലിയൊരു നെറ്റ്വർക്കിനെ നമ്മൾ സബ്നെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് കാണാനായിട്ട് നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് നമ്പർ ഓഫ് നെറ്റ്വർക്ക് ഈസ് ഈക്വൽ ടു 2m-2 എന്നും, അതുപോലെ തന്നെ ഹോസ്റ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2n-2 എന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ബേസ് വാല്യൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. അതായത് 32 കിട്ടിക്കഴിഞ്ഞാൽ 64 വന്നു. അപ്പോൾ അങ്ങനെയുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് ബേസ് വാല്യൂ എന്ന് പറയുന്ന സംഭവമാണ്. ബേസ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് 2n. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് ഈസ് ദ റിമൈനിങ് ബിറ്റ്സ് ഇൻ ദ ഹോസ്റ്റ് പോർഷൻ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ന്യൂ സബ്നെറ്റ് മാസ്ക്. അതായത് നമുക്ക് സാധാരണ ഡീഫോൾട്ട് മാസ്ക് എത്രയായിരുന്നു സി ക്ലാസ്സിലേക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള മാസ്ക് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 255.255.255.0 എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ സബ്നെറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ന്യൂ സബ്നെറ്റ് മാസ്ക്. ഓക്കെ, അപ്പോൾ ആ ന്യൂ സബ്നെറ്റ് മാസ്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്? അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഡീഫോൾട്ട് മാസ്ക്. അതായത് 255.255.255.0 പ്ലസ് മാസ്ക് പോർഷൻ ഇൻ ദ സബ്നെറ്റഡ് ഒക്ടറ്റ്. ഓക്കെ, അതായത് മാസ്ക് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് MP എന്നാണ് അതറിയപ്പെടുന്നത്. ഇനി ഈ മാസ്ക് പോർഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനുള്ള ഇക്വേഷനാണ് 256 മൈനസ് ബേസ് വാല്യൂ. അങ്ങനെയാണ് നമ്മൾ മാസ്ക് പോർഷൻ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഈ 256നെ മാജിക്കൽ നമ്പർ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതായത് 255 കഴിഞ്ഞിട്ടുള്ള 256, അതായത് 254 പീസുകൾ വരെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. 255 ബ്രോഡ്കാസ്റ്റ് ആയില്ലേ, അത് കഴിഞ്ഞിട്ടുള്ളതാണ് 256. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ 0 ആവുകയാണ്. അപ്പോൾ മാസ്ക് പോർഷൻ കാണാനുള്ള ഇക്വേഷൻ അതാണ് 256 മൈനസ് ബേസ് വാല്യൂ. ഇത് നിങ്ങൾ എഴുതി വെച്ചാൽ നന്നായിരിക്കും. താല്പര്യമുള്ള ഫ്രണ്ട്സ് ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ഞാൻ എഴുതിയിരിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ മാസ്ക് പോർഷൻ കാണുന്നത് എങ്ങനെ? 256 മൈനസ് ബേസ് വാല്യൂ. എക്സാമ്പിളായിട്ട് നമ്മളൊരു ഈ ക്ലാസ്സിൻ്റെ ന്യൂ സബ്നെറ്റ് മാസ്ക് കണ്ടുപിടിക്കാൻ വെച്ചെങ്കിൽ ബേസ് വാല്യൂ 32 ആണ്. അപ്പോൾ 256 മൈനസ് 32 എന്ന് പറയുന്നത് 224 ഇതിൻ്റെ ന്യൂ സബ്നെറ്റ് മാസ്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് സി ക്ലാസ്സിലെ ന്യൂ സബ്നെറ്റ് മാസ്ക് എങ്ങനെയാണ് വരുന്നത്? അതായത് ഇതുണ്ടോ, അതായത് 256 നിന്ന് ബേസ് വാല്യൂ ആയ 32 കുറച്ചപ്പോൾ കിട്ടുന്ന 224 അതിൻ്റെ അതായത് NSM, അതായത് ന്യൂ സബ്നെറ്റ് മാസ്ക് ആക്കിയിട്ടിരിക്കുന്നത്. അതായത് ന്യൂ സബ്നെറ്റ് മാസ്ക് കാണുന്നത് ഡീഫോൾട്ട് മാസ്കിൻ്റെ കൂടെ മാസ്ക് പോർഷനിലെ സബ്നെറ്റോട് ഒക്ടക്റ്റോടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അതായത് MP ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് MP നമുക്ക് ഇവിടെ എങ്ങനെ കിട്ടിയത്? 256 എന്ന് ബേസ് വാല്യൂ കുറച്ചപ്പോൾ നമുക്ക് കിട്ടി 220. MP കിട്ടിയത് എങ്ങനെയാണ്? 256 മൈനസ് ബേസ് വാല്യൂ, ഇത് 224 നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ്
അത് ഈ 0യുടെ കൂടെ 224 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 224 തന്നെ വരും. അങ്ങനെയാണ് നമുക്ക് ന്യൂ സബ്നെറ്റ് മാസ്ക് 224 ഇവിടെ കിട്ടിയത് C ക്ലാസ്സിൽ കേട്ടോ. ഇനി അടുത്തത് ഫസ്റ്റ് സബ് നെറ്റ്വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അതായത് നമ്മൾ ആദ്യം എഴുതിയിരുന്നു 0 നമ്മൾ എടുക്കുന്നില്ല, അടുത്ത 1 വരുന്നത് മാത്രമേ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സബ് നെറ്റ്വർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരൻ്റ് നെറ്റ്വർക്കിൻ്റെ കൂടെ ബേസ് വാല്യൂ ഇൻ ദ സബ്നെറ്റഡ് ഒക്ടക്റ്റ് ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് IP അഡ്രസ്സ് കണ്ടുപിടിക്കാനാണ് സബ് നെറ്റ്വർക്ക് പ്ലസ് 1 ഇൻ ദ സബ്നെറ്റഡ് ഒക്ടക്റ്റ്. ഓക്കെ, ഇനി അടുത്ത ബ്രോഡ്കാസ്റ്റ് ID എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നെക്സ്റ്റ് സബ് നെറ്റ്വർക്ക് മൈനസ് 1 ഇൻ ദ സബ്നെറ്റഡ് ഒക്ടക്റ്റ്. ഇനി ലാസ്റ്റ് നെറ്റ്വർക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? പേരൻ്റ് നെറ്റ്വർക്ക് പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? മാസ്ക് പോർഷനിൽ നിന്ന് ബേസ് വാല്യൂ കുറച്ച് ഇത് ആഡ് ചെയ്യണം, സംഖ്യ ആഡ് ചെയ്യണം. അതായത് പേരൻ്റ് നെറ്റ്വർക്കിനോട് കൂടി മാസ്ക് പോർഷൻ മൈനസ് ബേസ് വാല്യൂ കുറച്ച് കിട്ടുന്ന സംഖ്യ ആഡ് ചെയ്യണം. അതല്ലെങ്കിൽ ലാസ്റ്റ് നെറ്റ്വർക്ക് സബ് നെറ്റ്വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ന്യൂ സബ്നെറ്റ് മാസ്കിൽ നിന്ന് ബേസ് വാല്യൂ ഇൻ ദ സബ്നെറ്റഡ് ഒക്ടക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ്, ഈ ഫോർമുലാസ് ഒക്കെ ഉപയോഗിച്ചുള്ള കാൽക്കുലേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇത് സബ്നെറ്റ് വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ വേറെ ആപ്ലിക്കേഷൻസ് ഒക്കെ കിട്ടും, അത് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഇൻ്റർവ്യൂവിനും മറ്റുമൊക്കെ ചെല്ലുമ്പോൾ ഇതൊക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മളതാണ് അതിൻ്റെ ഒരു ശരി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ പാർട്ടിൽ കാണാം.